5 ലക്ഷം കോടിയുടെ ഇമ്പാക്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ, പിന്നെ കമ്മിറ്റഡ് എക്സ്പെൻഡിച്ചറിനെ പറ്റി അതിനകത്ത് പറയുന്നത്, അതായത് സാലറി, പെൻഷൻ, 77%. നമ്മൾ ₹1 വാങ്ങിച്ചാൽ 77% നമ്മൾ കമ്മിറ്റ് ചെയ്തിരിക്കുന്നു. കുടിശ്ശികയാണ് 48 ഉള്ളത്. കുടിശ്ശിക അരിയേഴ്സ് 48,000 കോടി രൂപയുണ്ട്. പക്ഷേ ഇനിയാണെങ്കിൽ ഓരോ മാസവും കഴിയും തോറും ആ ₹1 നമ്മൾക്ക് ഒരു റവന്യൂ വരുമ്പോൾ അതിൽ 77% ഓൾറെഡി സ്പെൻഡാണ്. അതിൻ്റെ കൂടെയാണ് ഈ പറഞ്ഞ അരിയേഴ്സും ബാക്കിയുള്ള കടങ്ങളും റീപേയ്മെൻറ്റും എല്ലാം വരുന്നത്. അതിന് കമ്മിറ്റഡ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് സാലറി, പെൻഷൻ, ഇൻട്രസ്റ്റ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെ, 77% മുടക്കുന്നത് 3 ശമ്പളം, പെൻഷൻ, പലിശ. ഈ പലിശ എന്ന് പറയുന്നത് ഇവർക്ക് ശമ്പളവും പെൻഷൻ കൊടുക്കാൻ വേണ്ടി എടുക്കുന്നതാണ്. അതെ. അപ്പോൾ എഫക്റ്റീവ്ലി ആ പാടെ 5,10,000 സർക്കാർ ഉദ്യോഗസ്ഥർ, അധ്യാപകരടക്കം കേരളത്തിലെ ജനസംഖ്യയുടെ 1.5%. ഈ 1.5% വേണ്ടിയിട്ടാണ് ഈ 77% സ്പെൻഡ് ചെയ്യുന്നതെന്നുള്ളതാണ് ഇതിൻ്റെ ഞെട്ടിക്കുന്നൊരു സത്യം. പക്ഷേ ഇത് കഴിഞ്ഞ മുമ്പത്തെ ഇലക്ഷന് ഒക്കെ ഭയങ്കരമായ രീതിയിൽ ഒരു വലിയൊരു ഹൈക്കും ശമ്പളം ഇൻക്രീസ് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഈ 5 ലക്ഷം പേരിൽ ഉണ്ടാകുന്ന മേബി ഒരു 20 ലക്ഷം പേരിൽ ഒരു 4 പേര് ഒരു ഫാമിലിയിലുണ്ടെങ്കിൽ ഇമ്പാക്റ്റ് ചെയ്യാം എന്നുള്ളതാണ് അവിടുത്തെ പൊളിറ്റിക്കൽ കണക്ക്. എന്തുകൊണ്ട് ഇവരിത് ചെയ്യുന്നു? അപ്പോൾ ഇവരുടെ ആശ്രിതരായിട്ടും ഇത് ചെയ്യുന്ന ഒരാൾക്ക് ശമ്പളം കൂട്ടി, അല്ലെങ്കിൽ പെൻഷൻ കൂട്ടി, അല്ലെങ്കിൽ DA കൂട്ടി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു മൾട്ടിപ്ലയർ ഇഫക്റ്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന ഫാമിലി മെമ്പേഴ്സിനും കൂടെയാണ്. പക്ഷേ അപ്പോൾ ഓർക്കണം, 3.5 കോടി ജനങ്ങൾക്കിടയിൽ 5 ലക്ഷം പേർ, 5,15,000 പേരാണ്, ഏതാണ്ട് 1.25 ലക്ഷത്തോളം വരും അധ്യാപകർ. ബാക്കി കൂടി 5,15,000 പേർക്ക് വേണ്ടിയാണ് 77% എന്നുള്ളത്. അത് എത്ര പേര് അതിനെപ്പറ്റി എതിർത്ത് സംസാരിച്ചു? മനസ്സിലായി. ഇതിനകത്ത് ഒരു പത്രങ്ങളിലും ഇതിനെപ്പറ്റി ഒരു നെഗറ്റീവായിട്ട് പറഞ്ഞിട്ടില്ല. DA കൂട്ടിയില്ല എന്നേ പറയാറുള്ളൂ. സർക്കാർ പറയാറുള്ളൂ. അല്ലാതെ ഇവർക്ക് കൊടുക്കുന്നത് വെർത്ത് വൈലാണോ, അവരുടെ പെർഫോമൻസ് അസസ്മെൻ്റ് ഉണ്ടോ? ഒരു പ്രൈവറ്റ് ഇവിടെ അങ്ങയുടെ ഒരു സ്ഥാപനത്തിൽ പണിയെടുക്കുന്നവർക്ക് അവർ പെർഫോം ചെയ്യണം, ഇല്ലേ? എന്നാലേ അവർക്ക് സാലറി വർധന ഉണ്ടാവും, അവർക്ക് ഭാവി ഉണ്ടാവും. പക്ഷേ ഇവിടെ എന്ന് പറയുന്നത് പാർട്ടി പ്രവർത്തനങ്ങൾക്കും മറ്റുമൊക്കെ ഇത് ചെയ്താൽ ജോലി ചെയ്യേണ്ട എന്നും കൂടെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഒരു കളക്റ്റീവ് കോൺഷ്യസ്നെസ് എവിടെ പോയി? മനസ്സിലായി. അവിടെയാണ് നമ്മുടെ പ്രശ്നം. അപ്പം നമ്മുടെ 5 ലക്ഷം കോടി ഒരു വാളായിട്ട് നമ്മുടെ മുമ്പിൽ ഉണ്ടാവും. 100% അതിങ്ങനെ തുടരും. അതിനെന്ന് പരിഹാരം ഉണ്ടാകും നമുക്ക് ചിന്തിക്കാൻ പോലും വയ്യ. കാരണം ഇപ്പോൾ പുതിയ സർക്കാരിനും ആ കടബാധ്യത, നമ്മുടെ ഭാഗ്യം നമ്മൾ ഇന്ത്യൻ യൂണിയനിലുണ്ട് എന്നുള്ളതും. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ശ്രീലങ്ക പോലെയോ ഇടയ്ക്ക് ഗ്രീസിനെ പറ്റി പറയും പോലെയോ ഒക്കെ വളരെ മോശമായ അവസ്ഥയിലേക്ക് പോയേനെ.